പാർട്ട് 2 ആണിത്. ഇപ്പം ഞങ്ങൾ അടുത്തത് പോയ മീനെ കാണാനാണ്. പലതരം മീനുകളവിടെ ഉണ്ടായിരുന്നേ. ഒരുപാട് വെറൈറ്റി മീനുകൾ. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. വലുതും ചെറുതും അങ്ങനെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു അവിടെ. ഞാൻ കൈയൊക്കെ വെച്ച് കൊട്ടി നോക്കുന്നുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് നല്ല കളർ മീനിനെ കാണാൻ പറ്റും. കുഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതിനെ കണ്ട വേഗം പാമ്പിൻ്റെ കൂട്ട് തോന്നുമെങ്കിൽ ഇത് പാമ്പല്ല, ഇതൊരു ടൈപ്പ് മീനാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയുന്നൂടാ. അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് ഗൈസ്, ഒരുപാട് മീനുകൾ, പലതരം മീനുകൾ, വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. പല കളറിൽ പല സൈസിൽ ഒക്കെ ഉണ്ട്. ഗൈസ്, മാമനും പപ്പയും അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയും അമ്മച്ചി ഇവിടെ ഉണ്ട്. അടുത്ത വെള്ള കളറുള്ള മീനുണ്ട് ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. വെള്ള കളറിൽ ഗൈസ്, ഇത് കണ്ടോ, എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഏതെങ്കിലും പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. ആ നീന്തി മുകളിലോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ വാലൊക്കെ കണ്ടു, എന്താ നീളവാ. വെള്ള കളറിലെ മീനൊക്കെ ചുറ്റിനുമുണ്ട് ഗൈസ്, മുകളിലും ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഒരുപാട് മീനുണ്ട് ഗൈസ്. ഞാൻ കഴിഞ്ഞപ്പോൾ കളർ മീനെയാണ് കണ്ടത്. കളർ മീൻ ഒരുപാടുണ്ട് ഗൈസ്. നീളം കൂടിയ മീനൊക്കെ ഉണ്ട് ഗൈസ്. വെറൈറ്റി മീനുകളുണ്ട്. ഞാൻ ഇങ്ങനത്തെ മീനൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് മീനുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചൂടെടുത്തു. ഞാൻ അവിടെ ഒരു AC ഉണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു. ചിലയിടത്ത് AC ഉണ്ട്, ഫുള്ളായിട്ട് AC ഇല്ലേ. അങ്ങനെ പോകാൻ നേരത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു മീൻ, അതിൻ്റെ മൂക്കൊക്കെ കണ്ടോ ഗൈസ്. ഞാനിപ്പം ആ മീൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ നോക്കി. ഇത് കണ്ടോ ഗൈസ്, എന്ത് സൈസുള്ള മീനാന്ന്. അത് കഴിഞ്ഞ് വന്നപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഗൈസ്. വെള്ളം വീണോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം പറഞ്ഞു. മാമനും അമ്മയ്ക്കും ഐസ്ക്രീം വേണ്ട, എനിക്കും അമ്മച്ചിക്കും ചോക്ലേറ്റ്, പപ്പയ്ക്കും ബട്ടർ സ്കോച്ചാണ് ഐസ്ക്രീം പറഞ്ഞത്. ഞാനങ്ങനെ ഐസ്ക്രീം കഴിക്കുവാണ്.
ഇവിടെ ഒരുപാട് ഐറ്റംസ് കഴിക്കാനുണ്ട്. പോപ്കോൺ ഒരുപാടുണ്ട്. ഞാൻ കഴിക്കുക, പപ്പ കഴിക്കുക, അമ്മയോ അവരൊക്കെ എല്ലാം പുറകെ വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് സെറ്റി, അലമാരി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ കണ്ടൊരു അലമാരിയുടെ കണ്ണാടി പോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ മുന്നിലോട്ട് നടക്കുകയാണ്. അവർ ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പോൾ എനർജി സേവർ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം കണ്ടിട്ട് പപ്പ നോക്കുകയാണ് പോയി. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാങ്ങിക്കാൻ ഗ്യാസ് എങ്ങനെ വേഗം അണയ്ക്കാം എന്നുള്ള ഇതും ഒരുപാട് ബുക്ക്സ് ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ. ഞാൻ പിന്നെ ബുക്ക് വായിക്കാത്തതുകൊണ്ട് എനിക്ക് ബുക്കിൻ്റെ ആവശ്യമില്ലല്ലോ. നറൂട്ടോയുടെ വരെ ബുക്കുണ്ടായിരുന്നു അവിടെ. റെയിൻബോ ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുക്കുണ്ടായിരുന്നു. പിന്നെ സ്ക്രാച്ച് ബുക്ക് ഉണ്ടായിരുന്നു ഗൈസ് പോകുന്ന വഴിക്ക്. ഒരുപാട് പൗച്ച്, നറൂട്ടോയുടെ പൗച്ചും അല്ലാത്ത പൗച്ചും, അങ്ങനെ ഒരുപാട് യൂണോ കാർഡ്സ്, ചീപ്പ്, കണ്ണാടി, സ്ലൈമ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പേപ്പർ സോപ്പ്, സേഫ്റ്റി പിൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നേ. സ്റ്റിക്കേഴ്സ്, കീ ചെയിൻ, അങ്ങനത്തെ ഒക്കെ. അമ്മ 3 ചീപ്പ് എടുത്തേ. അവരപ്പോൾ അതിൻ്റെ പ്രൈസ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ 3 ചീപ്പ് ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഒരുപാട് കുപ്പി ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പപ്പയും മാമനും അവിടെ എന്തോ സംസാരിക്കുമായിരുന്നേ. ഒരുപാട് മുണ്ടും, സെറ്റ് സാരിയും സെറ്റ് മുണ്ടും, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ പണ്ടത്തെ മുട്ടായിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2-3 മുട്ടായി അവിടെ നിന്ന് വാങ്ങിച്ചേ. നാരങ്ങ മുട്ടായി, വേലി മുട്ടായി, അങ്ങനെ ഒരുപാട് മുട്ടായി അവിടെ ഉണ്ടായിരുന്നേ. ഞാൻ ഐബോൾ ക്യാൻഡിയൊക്കെ വാങ്ങിച്ചേ. അതിന് ശേഷം അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഫോൺ കേസ് അവിടെ ഉണ്ടായിരുന്നു, ഫോൺ കവർ. അവിടെ ഞാനിപ്പോൾ ഓർബീസും ഒക്കെ കണ്ടു. അവിടെ ഇപ്പോൾ ഞാൻ ഈ ചെറുപുഴയിലൊക്കെ കാണുന്ന കുഞ്ഞ് ക്യാമറ ഉണ്ടല്ലോ, അതിനകത്തൂടെ നോക്കുമ്പോൾ ഫോട്ടോ കാണുന്നത്, അതുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ മാറി വരും. നല്ല രസമുണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോടും പല ഫ്ലേവറിൽ അലുവയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കരിമ്പൻ ജ്യൂസും ചായ, പൊറോട്ട, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റൊരു പൊട്ടറ്റോ, അതുകൊണ്ട് ഈ സാധനം അതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, അത് വാങ്ങി. ആക്രാന്തം കാരണം കഴിക്കാൻ നോക്കിയതാണ്, നാക്ക് പൊള്ളി കൈസ്. അങ്ങനെ ഞാൻ പതുക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറാനായിട്ട് പോവാണേ. അങ്ങനെ കാറിൽ കയറി ഞങ്ങളങ്ങനെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.